ഈ ചിലവരുടെ വർത്തമാനമൊക്കെ നമ്മൾ പറയും കത്തി വെച്ച് കൊല്ലുക എന്ന് പറയും. അങ്ങോട്ട് വിവരിക്കാൻ തുടങ്ങിയാൽ വിവരിച്ച് അങ്ങോട്ട് സകലമാന കാര്യങ്ങളും പറയും. പക്ഷെ ഈ കത്തി വെക്കുന്നവരുണ്ടല്ല, അവർ പറയുന്ന വിഷയം അത്രയ്ക്കും താല്പര്യത്തോടെ അവർ പറയണേ. അവർക്ക് ഇനിയും പറയാനുണ്ട്, കുറേ പറയാനുണ്ട്. ചില ആളുകളെ കുറിച്ചായിരിക്കും, ചിലപ്പോൾ ചില സംഭവങ്ങളെ കുറിച്ചായിരിക്കും, ചില സ്ഥലങ്ങൾ കണ്ടു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അങ്ങ് വിവരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വിവരിച്ച് അങ്ങോട്ട് ഭയങ്കരമായിട്ട് നമ്മൾ പറയും. ചില കേട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും. പക്ഷേ ഇതിനകത്തൊരു ചോദ്യമുള്ള ഇത് തന്നെയാണ്. ഈ ഈശോയുടെ കാര്യങ്ങളും ഈശോയിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളും ഇതുപോലെ നമുക്ക് വിവരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. വചനം പറയുന്നു, ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കുമെന്ന് പറയണം. കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ നല്ല വിവരിച്ച് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. അത് പറഞ്ഞാലും തീരാത്ത വിധത്തിലുള്ളതായി മാറണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവിനോട് നമുക്ക് നന്ദി ഉണ്ടാവുന്നത്. അല്ലാണ്ട് കർത്താവേ എൻ്റെ രോഗം മാറ്റിയതിന് നന്ദി, എൻ്റെ കടബാധ്യത മാറ്റിയതിന് നന്ദി, എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി, അത്രയും പോരാ. അതങ്ങ് വിവരിക്കണം കർത്താവിൻ്റെ മുമ്പിൽ. ഇത് വേറെ ആളുകളോട് വിവരിച്ച് പറയണം, കർത്താവിൻ്റെ മുമ്പിലും പോയിരുന്ന് വിവരിച്ചങ്ങ് പറയണം. ഈ വിവരിച്ച് പറയലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നന്ദി നിറഞ്ഞ പ്രാർത്ഥനയും. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കും.